നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ തുടർച്ചയാണ്. ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റം ലൈൻ ഇൻസുലേറ്റേഴ്സിനെ കുറിച്ചാണ് പ്രസൻറ്റേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രസൻറ്റേഷനിലെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് ദെയർ യൂസസ്. ഇൻസുലേറ്ററുകളുടെ തരങ്ങളും അവയുടെ ഉപയോഗങ്ങളും വിശദീകരിക്കുക, ഇതിനെക്കുറിച്ച് പറയണം. രണ്ട്, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ബൈൻഡിങ് ഓഫ് ദ ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്ററുകളെ ബന്ധിപ്പിക്കുന്ന രീതി വിശദീകരിക്കുക, ഇതിനെക്കുറിച്ചും പറയണം. ഓക്കെ, ബേസിക്സിലേക്ക് കടക്കാം. ലൈൻ ഇൻസുലേറ്റേഴ്സ്. ഒരു ഓവർഹെഡ് ലൈനിൽ ഒരു ലൈൻ ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷ്യം കണ്ടക്ടറിൽ നിന്ന് പോളിലേക്ക് വൈദ്യുത ചോർച്ച തടയുന്നതിന് തത്സമയ കണ്ടക്ടറെ പിടിക്കുക എന്നതാണ്. ഇവ പോർസലൈൻ ക്ലേയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്യാതിരിക്കാൻ നന്നായി തിളങ്ങുന്നു. അടുത്ത്, പ്രോപ്പർട്ടീസ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്ററുകളുടെ ഗുണവിശേഷതകൾ. ഒന്ന്, കണ്ടക്ടർ ലോഡ്, വിൻഡ് ലോഡ് തുടങ്ങിയവയെ നേരിടാൻ ഉയർന്ന മെക്കാനിക്കൽ ശക്തി. രണ്ട്, ഭൂമിയിലേക്കുള്ള ചോർച്ച പ്രവാഹങ്ങൾ ഒഴിവാക്കാൻ ഇൻസുലേറ്റർ വസ്തുക്കളുടെ ഉയർന്ന വൈദ്യുത പ്രതിരോധം. മൂന്ന്, വൈദ്യുതോർജ്ജം കൂടുതലായിരിക്കുന്നതിനായി ഇൻസുലേറ്റർ വസ്തുക്കളുടെ ഉയർന്ന ആപേക്ഷിക അനുമതി. നാല്, ഇൻസുലേറ്റർ മെറ്റീരിയൽ പോറസ് അല്ലാത്തതും മാലിന്യങ്ങളിൽ നിന്നും വിള്ളലുകളിൽ നിന്നും വിമുക്തവുമായിരിക്കണം, അല്ലാത്തപക്ഷം പെർമിറ്റിവിറ്റി കുറയും. അഞ്ച്, ഫ്ലാഷ് ഓവറിനുള്ള പഞ്ചർ ശക്തിയുടെ ഉയർന്ന അനുപാതം. ഓവർഹെഡ് ലൈനിൻ്റെ ഇൻസുലേറ്ററുകൾക്കായി ഏറ്റവും സാധാരണ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പോർസലൈനാണ്. എന്നാൽ ഗ്ലാസ്, സ്റ്റീറ്റൈറ്റ്, പ്രത്യേക കോമ്പോസിഷൻ മെറ്റീരിയലുകൾ എന്നിവയും പരിമിതമായ അളവിൽ ഉപയോഗിക്കുന്നു. ഉപയോഗത്തിലുള്ള ഇൻസുലേറ്ററുകളുടെ സാധാരണ തരം ഇനി പറയുന്നവയാണ്. ഒന്ന്, പിൻ ടൈപ്പ് ഇൻസുലേറ്റർ. രണ്ട്, ഷാക്കിൾ ഇൻസുലേറ്റർ. മൂന്ന്, സസ്പെൻഷൻ ഇൻസുലേറ്റർ. നാല്, സ്ട്രെയിൻ ഇൻസുലേറ്റർ. അഞ്ച്, പോസ്റ്റ് ഇൻസുലേറ്റർ. ആറ്, സ്റ്റേ ഇൻസുലേറ്റർ. ഏഴ്, ഡിസ്ക് ഇൻസുലേറ്റർ. ഒന്ന്, പിൻ ഇൻസുലേറ്റേഴ്സ്. പോൾസുകളുടെ നേരായ ഓട്ടത്തിൽ ലൈൻ കണ്ടക്ടേഴ്സിനെ പിടിക്കാൻ പിൻ ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്നു. പിൻ ഇൻസുലേറ്ററുകൾ മൂന്ന് തരമാണ്, അതായത് സിംഗിൾ ഷെഡ്, ഡബിൾ ഷെഡ്, ട്രിപ്പിൾ ഷെഡ്. താഴ്ന്ന ഇടത്തരം വോൾട്ടേജ് ലൈനുകൾക്കായി സിംഗിൾ ഷെഡ് പിൻ ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്നു. 3000 വോൾട്ടിൽ കൂടുതൽ ഡബിൾ, ട്രിപ്പിൾ ഷെഡ് പിൻ ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്നു. ഈ ഷെഡുകൾ മഴവെള്ളം ഒലിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഒരു പിൻതരം ഇൻസുലേറ്ററിൻ്റെ ഭാഗം, വിഭാഗം എന്നിവ ചിത്രത്തിൽ തന്നിരിക്കുന്നു. പേര് സൂചിപ്പിക്കുന്ന പോലെ പിൻതരം ഇൻസുലേറ്റർ പോളിലെ ക്രോസ് ആർം വരെ സുരക്ഷിതമായിരിക്കുന്നു. കണ്ടക്ടറിൻ്റെ ഹൗസിങ്ങിനായി ഇൻസുലേറ്ററിൻ്റെ മുകളിൽ ഒരു ദീർഘസുഷിരമുണ്ട്. കണ്ടക്ടർ ദീർഘസുഷിരത്തിലൂടെ കടന്നുപോവുകയും കണ്ടക്ടറിൻ്റെ അതേ മെറ്റീരിയലിലെ അൺനെയിൽഡ് വയർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ട്, ഷാക്കിൾ ഇൻസുലേറ്റർ. കോണിലുള്ള പോളുകളിൽ അവസാനിപ്പിക്കുന്നതിന് സാധാരണയായി ഷാക്കിൾ ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്നു. ഈ ഇൻസുലേറ്ററുകൾ ഇടത്തരം വോൾട്ടേജ് ലൈനായി മാത്രം ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ചിത്രം തന്നിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ദിവസം അവ കുറഞ്ഞ വോൾട്ടേജ് വിതരണ ലൈനുകൾക്കായി ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയാണ്. അത്തരം ഇൻസുലേറ്ററുകൾ തിരശ്ചീന സ്ഥാനത്ത് അല്ലെങ്കിൽ ലംബസ്ഥാനത്ത് ഉപയോഗിക്കാം. പോളിലേക്ക് ഒരു ബോൾട്ട് അല്ലെങ്കിൽ ക്രോസ് ആർം ഉപയോഗിച്ച് നേരിട്ട് അവ ശരിയാക്കാം. ചിത്രത്തിൽ പോളിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഷാക്കിൾ ഇൻസുലേറ്റർ കാണിക്കുന്നു. ദീർഘസുഷിരത്തിലെ കണ്ടക്ടർ മൃദുവായ ബൈൻഡിങ് വയർ ഉപയോഗിച്ചാണ് ഉറപ്പിച്ചിരിക്കുന്നത്. മൂന്ന്, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്. പ്രവർത്തനതരം വോൾട്ടേജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് പിൻതരം ഇൻസുലേറ്ററിൻ്റെ വില അതിവേഗം വർദ്ധിക്കുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള ഇൻസുലേറ്റർ 33 kVക്ക് അപ്പുറം സാമ്പത്തികമല്ല. ഉയർന്ന വോൾട്ടേജിനായി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സസ്പെൻഷൻ തരം ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്നത് ഒരു പതിവാണ്. അവ ഒരു സ്ട്രിങ്ങിൻ്റെ രൂപത്തിൽ മെറ്റൽ ലിങ്കുകൾ ഉപയോഗിച്ച് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്ന നിരവധി പോർസലൈൻ ഡിസ്കുകൾ ഉൾക്കൊള്ളുന്നു. ഈ സ്ട്രിങ്ങിൻ്റെ താഴത്തെ അറ്റത്ത് കണ്ടക്ടർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സ്ട്രിങ്ങിൻ്റെ മറ്റേ അറ്റം ടവറിൻ്റെ ക്രോസ് ആർമിലേക്ക് സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഓരോ യൂണിറ്റും ഡിസ്കും കുറഞ്ഞ വോൾട്ടേജിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 11 kV പറയുക ശ്രേണിയിലെ ഡിസ്കുകളുടെ എണ്ണം വ്യക്തമായും പ്രവർത്തിക്കുന്ന വോൾട്ടേജിനെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന് വർക്കിംഗ് വോൾട്ടേജ് 66 kV ആണെങ്കിൽ സീരീസിലെ 6 ഡിസ്കുകൾ സ്ട്രിങ്ങിൽ നൽകും. അടുത്തത്, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് അഡ്വാൻറ്റേജസ്. ഒന്ന്,
സസ്പെൻഷൻ തരം ഇൻസുലേറ്ററുകൾ 33 കെവിക്ക് മുകളിലുള്ള വോൾട്ടേജിനുള്ള പിൻതരം ഇൻസുലേറ്ററുകളേക്കാൾ വില കുറഞ്ഞതാണ്. 2. സസ്പെൻഷൻ തരം ഇൻസുലേറ്ററിൻ്റെ ഓരോ യൂണിറ്റും ഡിസ്കും കുറഞ്ഞ വോൾട്ടേജിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സാധാരണയായി 11 കെവിയിൽ പ്രവർത്തിക്കുന്ന വോൾട്ടേജിനെ ആശ്രയിച്ച് ആവശ്യമുള്ള എണ്ണം ഡിസ്കുകൾ ശ്രേണിയിൽ ബന്ധിപ്പിക്കാൻ കഴിയും. 3. ഏതെങ്കിലും ഒരു ഡിസ്ക് കേടായെങ്കിൽ മുഴുവൻ സ്ട്രിങ്ങും ഉപയോഗശൂന്യമാകില്ല. കാരണം കേടായ ഡിസ്ക് ശബ്ദത്തിന് പകരം വയ്ക്കാൻ കഴിയും. 4. സസ്പെൻഷൻ ക്രമീകരണ ലൈനിന് കൂടുതൽ വഴക്കം നൽകുന്നു. ക്രോസ് ആർമിലെ കണക്ഷൻ ഇൻസുലേറ്റർ സ്ട്രിങ്ങിന് ഏത് ദിശയിലേക്കും നീങ്ങാൻ സ്വാതന്ത്ര്യമുണ്ട്. കൂടാതെ മെക്കാനിക്കൽ സമ്മർദ്ദങ്ങൾ ഏറ്റവും കുറഞ്ഞ സ്ഥാനത്ത് ഏറ്റെടുക്കാനും കഴിയും. 5. ട്രാൻസ്മിഷൻ ലൈനിന് ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ മറ്റൊരു കൂട്ടം കണ്ടക്ടേഴ്സ് നൽകുന്നതിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് ഉയർത്തിക്കൊണ്ട് കൂടുതൽ ഡിമാൻഡ് നൽകുന്നത് കൂടുതൽ തൃപ്തികരമാണെന്ന് കണ്ടെത്തി. ഉയർത്തിയ വോൾട്ടേജിന് ആവശ്യമായ അധിക ഇൻസുലേഷൻ ആവശ്യമുള്ള എണ്ണം ഡിസ്കുകൾ ചേർത്ത് സസ്പെൻഷൻ ക്രമീകരണത്തിൽ എളുപ്പത്തിൽ ലഭിക്കും. 6. സ്റ്റീൽ ടവറുകൾ ഉപയോഗിച്ചാണ് സസ്പെൻഷൻ തരം ഇൻസുലേറ്ററുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. കണ്ടക്ടറുകൾ ടവറിൻ്റെ എർത്തഡ് ക്രോസ് ആമിന് താഴെ പ്രവർത്തിക്കുമ്പോൾ ഈ ക്രമീകരണം ലൈറ്റിങ്ങിൽ നിന്ന് ഭാഗിക പരിരക്ഷ നൽകുന്നു. 4. സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ്. ലൈനിൻ്റെ അവസാന ഭാഗമോ മൂലയോ മൂർച്ചയുള്ള വക്രമോ ഉള്ളപ്പോൾ ലൈൻ കൂടുതൽ പിരിമുറുക്കത്തിന് വിധേയമാകുന്നു. അമിതമായ പിരിമുറുക്കത്തിൻ്റെ വരി ഒഴിവാക്കാൻ സ്ട്രെയിൻ ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്നു. കുറഞ്ഞ വോൾട്ടേജ് ലൈനുകൾക്കായി 11 kV ഷാക്കിൾ ഇൻസുലേറ്ററുകൾ സ്ട്രെയിൻ ഇൻസുലേറ്ററുകളായി ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും ഉയർന്ന വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനുകൾക്കായി സ്ട്രെയിൻ ഇൻസുലേറ്ററിൽ സസ്പെൻഷൻ ഇൻസുലേറ്ററുകളുടെ ഒരു അസംബ്ലി അടങ്ങിയിരിക്കുന്നു. സ്ട്രെയിൻ ഇൻസുലേറ്ററുകളുടെ ഡിസ്കുകൾ ലംബതലത്തിൽ ഉപയോഗിക്കുന്നു. ലൈനുകളിലെ പിരിമുറുക്കം അമിതമായിരിക്കുമ്പോൾ നീണ്ട നദീതീരങ്ങളിൽ എന്ന പോലെ 2 അതിലധികമോ സ്ട്രിങ്ങുകൾ സമാന്തരമായി ഉപയോഗിക്കുന്നു. 5. പോസ്റ്റ് ഇൻസുലേറ്റേഴ്സ്. ക്യാപ്പ് ആൻഡ് പിൻ ടൈപ്പ്. ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെ ബസ്സസ്, ഡ്രോപ്പ് ഔട്ട് ഫ്യൂസസ്, ലൈൻ കണ്ടക്ടേഴ്സ്, ഗാങ് ഓപ്പറേറ്റഡ് എയർ ബ്രേക്ക് സ്വിച്ചസ് സ്ഥാപിക്കുന്നതിന് ഇത്തരം ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കാം. ഔട്ട്ഡോർ തരത്തിലുള്ള ഇവ 11 kV, 22 kV, 33 kV ശ്രേണികളിൽ ലഭ്യമാണ്. 6. സ്റ്റേ ഇൻസുലേറ്റേഴ്സ്. ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെ സ്റ്റേ ഇൻസുലേറ്ററുകൾ സ്ട്രെയിൻ ഇൻസുലേറ്ററുകൾ എന്നും അറിയപ്പെടുന്നു. അവ സാധാരണയായി 33 kV ലൈൻ വരെ ഉപയോഗിക്കുന്നു. ഈ ഇൻസുലേറ്ററുകൾ ഭൂനിരപ്പിൽ നിന്ന് 3 മീറ്ററിൽ താഴെ ഉറപ്പിക്കുവാൻ പാടില്ല. ലൈനുകൾ സ്ട്രെയിൻ ചെയ്യുന്നിടത്ത് ഈ ഇൻസുലേറ്ററുകളും ഉപയോഗിക്കുന്നു. ഓവർഹെഡ് കണ്ടക്ടറുകൾ കാരണം പോളിലെ പിരിമുറുക്കത്തിൻ്റെ വിപരീത ദിശയിൽ ഉപയോഗിക്കുന്ന സപ്പോർട്ടിംഗ് വയർ സ്റ്റേ വയറുകൾ എന്നറിയപ്പെടുന്നു. ഇത് പോളിൻ്റെ വളയൽ തടയുന്നു. കണ്ടക്ടറുടെ പിരിമുറുക്കം കാരണം ഈ സ്റ്റേ വയറുകളിൽ 4 മുതൽ 7 വരെ സ്ട്രാൻഡുകൾ അടങ്ങിയിരിക്കുന്നു. ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഉപയോഗിക്കേണ്ട ശരിയായ വലിപ്പം പോളിലെ പിരിമുറുക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു. അടുത്തത് സ്റ്റേ ആൻഡ് സ്ട്രക്ട്സ്. പോളിനായുള്ള വ്യത്യസ്ത തരം സപ്പോർട്ടിംഗ് വയറുകളാണ് സ്റ്റേകളും സ്ട്രക്റ്റുകളും. പോളിൻ്റെ വളവ് തടയുന്നതിനായി കോണുകൾക്കും അവസാനിപ്പിക്കുന്നതിനും പോളുകൾ സാധാരണയായി ഉപയോഗിക്കുന്നു. അതേസമയം ഹൗസിങ്ങിനുള്ള ഇടം വളരെ പരിമിതമുള്ളിടത്ത് സ്ട്രക്റ്റുകൾ ഉപയോഗിക്കുന്നു. ചിത്രത്തിൽ ഇവയെ കാണിച്ചിരിക്കുന്നു. സ്റ്റേയുടെ ഒരറ്റം പോളിൻ്റെ മുകൾ ഭാഗത്ത് ഉറപ്പിക്കുകയും അതിൻ്റെ മറ്റേ അറ്റം കോൺക്രീറ്റ് ഫൗണ്ടേഷനിൽ ഗ്രൗട്ട് ചെയ്യുകയും ചെയ്യുന്നു. 7. ഡിസ്ക് ഇൻസുലേറ്റേഴ്സ്. ഡിസ്ക് ഇൻസുലേറ്ററുകൾ ഗ്ലേസ്ഡ് പോർസലൈൻ അല്ലെങ്കിൽ കടുപ്പമുള്ള ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവ നിർജ്ജീവമായ അറ്റത്തെ ഇൻസുലേറ്ററുകളായി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ 3.3 kVയിലും അതിനു മുകളിലുള്ള വോൾട്ടേജുകൾക്കും സസ്പെൻഷൻ തരമായി നേർരേഖയിൽ ഉപയോഗിക്കുന്നു. ഇവ 4 ഡിസൈനുകളിൽ ലഭ്യമാണ്. ടോങ്യു ആൻഡ് ക്ലേവീസ് ടൈപ്പ്. ഒരു യൂണിറ്റിൽ ടോങ്യുവും മറ്റേ എൻഡിൽ ക്ലേവീസും പിടിക്കാൻ ക്വാർട്ടർ പിന്നുള്ള ഒരു റൗണ്ട് പിൻ ഉപയോഗിക്കുന്നു. ഇത് ചിത്രത്തിൽ തന്നിരിക്കുന്നു. ബോൾ ആൻഡ് സോക്കറ്റ് ടൈപ്പ്. ഈ സാഹചര്യത്തിൽ ഒരു ഇൻസുലേറ്ററിൻ്റെ ബാൾ വശത്ത് നിന്ന് സ്ലൈഡ് ചെയ്യുന്നതിലൂടെ ഇൻസുലേറ്ററുകൾ കൂട്ടിച്ചേർക്കുന്നു. ബാൾ പുറത്തേക്ക് നീങ്ങാൻ കഴിയാത്ത വിധം ഒരു ക്വാർട്ടർ പിന്ന് സോക്കറ്റിൻ്റെ പുറകിൽ നിന്ന് തെറിച്ചു വീഴുന്നു. നിർജ്ജീവമായ ഈ അറ്റത്ത് ഇവ ഉപയോഗിക്കുന്നു. അടുത്ത ഇൻസുലേറ്റേഴ്സ് ഫോർ കോൾഡ് ക്ലൈമറ്റ്. തണുത്ത കാലാവസ്ഥയിൽ ക്രീപേജ് ദൂരം ലഭിക്കുന്നതിന് താഴത്തെ ക്യാപ്പിൻ്റെ ആഴം വർദ്ധിക്കുന്നു. ഫോഗ് തരം, ആൻറ്റി ഫോഗ് തരം എന്നറിയപ്പെടുന്ന 2 ഡിസൈനുകൾ ലഭ്യമാണ്.
അത് ഗാർഡ് വയർസ്. വീഴുന്ന കണ്ടക്ടേഴ്സിന് ഒരു പ്രതിരോധ ഗാർഡായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു കൂട്ടം വയറുകളാണ് ഗാർഡ് വയറുകൾ. അതിനാൽ ബ്രേക്കിങ്ങിന് ശേഷം ലൈവ് കണ്ടക്ടർ പബ്ലിക് അല്ലെങ്കിൽ ചലിക്കുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെടുന്നില്ല. ഒരു തെരുവ്, റോഡ് അല്ലെങ്കിൽ റെയിൽവേ ലൈൻ, ഓവർഹെഡ് പവർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലൈനുകൾ എന്നിവ മുറിച്ചു കടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്തത് മിനിമം ക്ലിയറൻസ് റിക്വയർഡ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ഓൺ ദ സെയിം സപ്പോർട്ട്. ഒരേ സപ്പോർട്ടിൽ കണ്ടക്ടറുകൾക്കിടയിൽ കുറഞ്ഞ ക്ലിയറൻസ് ആവശ്യമാണ്. 1. LT ലൈൻസ്. കണ്ടക്ടറുകളുടെ വെർട്ടിക്കൽ കോൺഫിഗറേഷൻ. ഭൂമിയും തത്സമയ കണ്ടക്ടറുകളും എർത്തും തമ്മിലുള്ള കുറഞ്ഞ ക്ലിയറൻസ് 30 സെൻറ്റിമീറ്റർ. തത്സമയ കണ്ടക്ടറുകൾ തമ്മിലുള്ള ക്ലിയറൻസ് 20 സെൻറ്റിമീറ്റർ. കണ്ടക്ടറുകളുടെ ഹൊറിസോണ്ടൽ കോൺഫിഗറേഷൻ. ഒരു സപ്പോർട്ടിങ്ങിൻ്റെ ഇരുവശത്തുമുള്ള ലൈവ് വയറുകൾക്കിടയിലെ ഏറ്റവും കുറഞ്ഞ ക്ലിയറൻസ് 45 സെൻറ്റിമീറ്റർ. സപ്പോർട്ടിങ്ങിൻ്റെ ഒരേ വശത്തുള്ള ലൈവ് വയറുകൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ക്ലിയറൻസ് 30 സെൻറ്റിമീറ്റർ. ഇൻസുലേറ്റർ പിൻ ദ്വാരത്തിൻ്റെ മധ്യവും ക്രോസ് ആർമിൻ്റെ അവസാനവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം 8 സെൻറ്റിമീറ്റർ ആണ്. HT ലൈൻസ്. ട്രയാങ്കുലർ കോൺഫിഗറേഷൻ. ഇൻസുലേറ്റർ പിൻദ്വാരത്തിൻ്റെ മധ്യവും ക്രോസ് ആർമിൻ്റെ അവസാനവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം 10 സെൻറ്റിമീറ്റർ. കണ്ടക്ടറുകൾ കുറഞ്ഞത് 1 മീറ്റർ വശത്ത് ഒരു സമീകൃത പാറ്റേൺ രൂപീകരിക്കുന്ന രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്തത് നെസസിറ്റി ഓഫ് ബൈൻഡിങ്. ബൈൻഡിങ്ങിൻ്റെ ആവശ്യകത. ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈനുകളിൽ വയർ ശരിയായ സ്ഥാനത്ത് പിടിക്കാൻ ലൈൻ കണ്ടക്ടറുകളെ പോസ്റ്റ് ടൈപ്പ്, ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്ററുകളുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. വയർ സ്ട്രെച്ചറുകളിലൂടെ വയറുകൾ നീട്ടിക്കൊണ്ട് അനുവദനീയമായവ ഉപയോഗിച്ച് വയർ നീട്ടിയതിന് ശേഷം സ്ഥാനത്ത് കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്തരുത്. അടുത്തത് മെത്തേഡ് ഓഫ് ബൈൻഡിങ് ഇൻസുലേറ്റർ ഇൻ ഓവർഹെഡ് ലൈൻസ്. ആവശ്യാനുസരണം ഓവർഹെഡ് ലൈനുകളിൽ ഇൻസുലേറ്ററിനെ ബന്ധിപ്പിക്കുന്ന രീതി. കോപ്പർ കണ്ടക്ടറുകളുടെ കാര്യത്തിൽ കോപ്പർ ബൈൻഡിങ് വയർ, ഗാൽവനൈസ്ഡ് അയൺ കണ്ടക്ടേഴ്സിന് അയൺ ബൈൻഡിങ് വയർ, അലുമിനിയത്തിന് അലുമിനിയം ബൈൻഡിങ് വയർ ടേപ്പ്, അലുമിനിയം സ്റ്റീൽ റീൻഫോഴ്സ്ഡ് കണ്ടക്ടേഴ്സ് ACSR. ബൈൻഡിങ് വയർ വലിപ്പം 2 സ്ക്വയർ mm കുറവായിരിക്കരുത്. അലുമിനിയം കോർഡ് കണ്ടക്ടറുകൾ ബന്ധിപ്പിച്ച ശേഷം ബൈൻഡിങ് ജോയിൻസിന് സംരക്ഷണ ഗ്രീസ് നൽകുന്നു. ബൈൻഡിങ് തിരിവുകൾ വളരെ അടുത്തായിരിക്കണം. ഒരു വിടവുമില്ലാതെ. കൂടുതൽ സ്പാർക്കിംഗ് ഒഴിവാക്കുന്നതിനായി വളരെ ഇറുകിയതായിരിക്കണം ബന്ധിപ്പിക്കുമ്പോൾ. കണ്ടക്ടറിനെ നേരെയാക്കാൻ ഒരു മാലറ്റ് മാത്രമേ ഉപയോഗിക്കാവൂ. ചുറ്റിക ഒരിക്കലും ഉപയോഗിക്കരുത്. അടുത്ത് കറൻറ്റ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറുടെ നിലവിലെ ചുമക്കുന്ന ശേഷി. ഇൻട്രൊഡക്ഷൻ. ഇൻസുലേറ്റഡ് കണ്ടക്ടറുടെയോ കേബിളിൻ്റെയോ നിലവിലെ ചുമക്കുന്ന ശേഷി അതിൻ്റെ താപനില റേറ്റിംഗ് കവിയാതെ തുടർച്ചയായി വഹിക്കാൻ കഴിയുന്ന പരമാവധി കറൻറ്റാണ്. ഇത് ആംബാസിറ്റി എന്നും അറിയപ്പെടുന്നു. കേബിളുകൾ പ്രവർത്തിക്കുമ്പോൾ അവയ്ക്ക് വൈദ്യുതനഷ്ടം സംഭവിക്കുന്നു. ഇത് കണ്ടക്ടർ, ഇൻസുലേഷൻ നിർമ്മാണത്തിലെ മറ്റേതെങ്കിലും ലോഹ ഘടകങ്ങൾ എന്നിവയിലെ താപത്തിൽ പ്രകടമാണ്. നിലവിലെ റേറ്റിംഗ് കേബിൾ ഉപരിതലത്തിലൂടെയും ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും ഈ ചൂട് വ്യാപിപ്പിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. കേബിളിൻ്റെ നിലവിലെ റേറ്റിംഗ് ശേഷിയുടെ നിർണായക ഘടകമാണ് കേബിളിൻ്റെ താപനില റേറ്റിംഗ്. കേബിളിനുള്ള പരമാവധി താപനില റേറ്റിംഗ് നിർണ്ണയിക്കുന്നത് ഇൻസുലേഷൻ മെറ്റീരിയലാണ്. ചുറ്റുപാടുകളുടെ അടിത്തറയായി ഒരു അന്തരീക്ഷ താപനില തിരഞ്ഞെടുക്കുന്നതിലൂടെ അനുവദനീയമായ താപനില വർധനവ് ലഭ്യമാണ്. അതിൽ നിന്നൊരു പ്രത്യേക പരിതസ്ഥിതിക്ക് പരമാവധി കേബിൾ റേറ്റിംഗ് കണക്കാക്കാം. കേബിൾ നിർമ്മാണത്തിലെ വസ്തുക്കളുടെ പാളികൾക്ക് താപപ്രതിരോധ ശേഷി മൂല്യങ്ങൾ അറിയാമെങ്കിൽ നിലവിലെ റേറ്റിംഗ് സ്കാൻ കണക്കാക്കാം. അടുത്ത് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് കറൻറ്റ് ക്യാരിങ് കപ്പാസിറ്റി ഇൻ ഗീവൺ ആൻഡ്. തന്നിരിക്കുന്ന നിലവിലെ ചുമക്കുന്ന കറൻറ്റ് ശേഷി കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം. വേർ I equal to permissible current rating. Star theta conductor temperature rise in K. Capital letter R equal to AC resistance per unit length of the conductor at maximum operating temperature ohm per meter. T1 equal to dielectric loss per unit length between one conductor and the sheath. Kelvin meter per watt. അടുത്ത് T2 ഈക്വൽ ടു തെർമൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ ബെഡിങ് ബിറ്റ്വീൻ ഷീത്ത് ആൻഡ്
the armor. Kelvin meter per watt. T3 thermal resistance per unit length of the external sheath of the cable. Kelvin meter per watt. T4 thermal resistance per unit length between the cable surface and the surrounding medium. Kelvin meter per watt. WD equal to dielectric loss per unit length for the insulation surrounding the conductor. Watt per meter. Eta number of load carrying conductors in the cable, conductors of equal size and carrying the same load. Lambda 1 equal to ratio of losses in the metal sheet to total losses in all conductors in that cable. Lambda 2 ratio of losses in the armoring to total losses in all conductors in that cable. അടുത്തത് NEC നാഷണൽ ഇലക്ട്രിക്കൽ കോഡ്. ഒരു കേബിൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ വയർ ആംബസിറ്റി റേറ്റിംഗ് അറിഞ്ഞിരിക്കണം. ഈ റേറ്റിംഗ് നിർണ്ണയിച്ചത് NEC ആണ്, ദേശീയ ഇലക്ട്രിക്കൽ കോഡ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിലുണ്ടാകും. ഒപ്പം ഇന്നത്തെ പ്രസൻറ്റേഷനിലെ 4 ചോദ്യങ്ങൾ തരികയാണ്. 1 വാട്ട് ഈസ് ഇൻസുലേറ്റേഴ്സ്. 2 എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് ദെയർ യൂസസ്. 3 എക്സ്പ്ലെയിൻ ദ ബൈൻഡിങ് ഓഫ് ദ ഇൻസുലേറ്റേഴ്സ്. 4 സ്റ്റേറ്റ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി. ഈ വീഡിയോ ശരിയായ വിധം കേട്ട് കണ്ട് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാ ഉത്തരങ്ങളും നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഓക്കെ, താങ്ക് യു.